السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ 28-ൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശ്വാസവും അതിലേറെ ആശങ്കയും സ്വാഭാവികമായും ഉണ്ടാകും. ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതോടൊപ്പം വേണ്ടത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്തയും, ഈ രണ്ട് സന്ദർഭവും ഈ രണ്ടവസ്ഥയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. ബാക്കിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും സ്വീകരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വരുന്നത് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരാൾ മരണപ്പെട്ടത് മുതൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഖബറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, മര്യാദകൾ, നിർബന്ധമായും മുസ്ലിം ഉമ്മത്ത് പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മയ്യത്ത് സംസ്കരണ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് പുണ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പങ്കെടുത്ത് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും അതോടൊപ്പം തന്നെ അശ്രദ്ധ കൊണ്ടും പല തെറ്റുകളും കടന്നു വരാറുണ്ട്. അതിലൂടെ ശിക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഖബറിടത്തിൽ ചെരുപ്പ് ഉപയോഗിക്കുക എന്നത്, ഖബറിടത്തിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നത് അനുവദനീയമാണ് എന്നും അതല്ല മക്റൂഹാണ് എന്നും രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ മയ്യത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് അല്ലെങ്കിൽ ചെരുപ്പ് നിങ്ങൾ നടക്കുന്ന സമയത്ത് ശബ്ദിക്കുന്നത്, ആ സൗണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് കേൾക്കും എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഖബറിടത്തിൽ ആകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് ഖിബറോടുകൂടി നടക്കുന്നതാണ്, ചെരുപ്പിട്ടുകൊണ്ട് ഖബറിടത്തിലൂടെ നടക്കുന്നതാണ് എന്നാണ് ഇത്തരം പണ്ഡിതന്മാർ വിശദീകരിച്ചത്. രണ്ടാമതൊരു വിഭാഗം ആളുകൾ അത് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്, ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖബറിടത്തിലൂടെ ഒരു മനുഷ്യൻ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്, യാ സ്വാഹിബ സിദ്ഖിയതൈൻ അൽഖിഹിമ, ഈ തോൽ ചെരുപ്പ് ധരിച്ച ആള് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ ആ ചെരുപ്പ് അഴിച്ചു വെക്കുക എന്ന്. എങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അപൂർവം ചില പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ നാടുകളിൽ കല്ലും അതേപോലെ തന്നെ മുള്ളും വളരെ പ്രയാസം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഖബറിടങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഉപദ്രവമേൽക്കാതിരിക്കാൻ വേണ്ടി ചെരുപ്പ് ധരിക്കുന്നത് അനുവദനീയവുമാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. രണ്ടാമത്, ഖബറിന്മേൽ ഇരിക്കലും ഖബറിന്മേലേക്ക് ചാരലുമാണ്. അപ്പോ ഖബറിടത്തിൽ നമ്മൾ ഇരിക്കുക എന്നത് വളരെ കുറഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ചാരി ഇരിക്കുക എന്ന് പറയുന്നതും വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. സാധ്യത കുറവാണ് എന്നർത്ഥം.
എന്നാൽ ഇത് വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യജ്ലിസ അഹദുകും അലാ ജംറത്തിൻ ഫതഹ്രിഖ സിയാബഹു ഫതഖ്ലുസ ഇലാ ജിൽദി ഖൈറുൻ ലഹു മിൻ അൻ യജ്ലിസ അലാ ഖബർ. ഒരാൾ ഒരു തീക്കനലിൽ ഇരുന്ന് അവന്റെ വസ്ത്രം കരിഞ്ഞ് ശരീരം കൊള്ളുന്നത് വരെ ഇരിക്കുന്നതാണ് അതിനേക്കാൾ ഒരു ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതിനേക്കാൾ അവന് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോ ഒരു തീക്കനലിൽ ഇരിക്കാൻ ആരും ആഗ്രഹിക്കുകയില്ലല്ലോ. തന്റെ വസ്ത്രം കരിയുന്ന, തന്റെ ശരീരം കൊള്ളുന്ന ഒരു തീക്കനലിൽ ഒരാളും ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതാണ് ഖബറിന്മേൽ ഇരിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു സ്വഹാബി പറയുന്നു, എന്നെ ഖബറിലേക്ക് ചാരിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഅ്ദി സാഹിബൽ ഖബർ, ഖബറാളിയെ ഉപദ്രവിക്കരുത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ കൂടുതലായി കാണാറുള്ളതും അശ്രദ്ധമായി നിൽക്കുന്നതുമായ മറ്റൊരു കാര്യമാണ് ഖബറിന്റെ മുകളിൽ ചവിട്ടുക എന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിലുള്ള ഖബറുകൾ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഖബറുകളാണ്. ഒരു ഖബറ് മറമാടുന്ന ഒരു മയ്യത്ത് മറമാടുന്ന സമയത്ത് പലപ്പോഴും ഖബറിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുക എന്നത് സാധാരണയായിട്ട് നമ്മുടെ നാടുകളിൽ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ഖബറുകൾക്ക് ഇടയിലായിട്ടായിരിക്കണം നമ്മൾ നിൽക്കുന്നത്. ഖബറിന്റെ മുകളിൽ കയറി നിൽക്കാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ അംശിയ അലാ ജംറത്തിൻ ഔ സൈഫിൻ ഔ അഖ്സിഫ നഅലി ബിരിജ്ലി അഹബ്ബു ഇലയ്യ മിൻ അൻ അംശിയ അലാ ഖബർ. ഒരു ഖബറിന്റെ മുകളിലൂടെ നടക്കുക, ഒരു ഖബറിന്റെ മുകളിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ എനിക്ക് ഉത്തമമായിട്ടുള്ളത് ഒരു തീക്കനലിൽ അതിന്റെ മുകളിലൂടെ നടക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു വാളിങ്ങനെ നിവർത്തി വെച്ച് അതിന്റെ മുകളിൽ ചവിട്ടുന്നത് എത്ര ഗൗരവത്തോടുകൂടി, എത്ര പ്രയാസത്തോടുകൂടി ഒരാൾ കാണുന്നു, അതിനേക്കാൾ പ്രയാസമായിട്ടായിരിക്കണം ഖബറിന്റെ മുകളിൽ ചവിട്ടുന്നത് ഒരാൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മയ്യത്ത് ഖബറടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചൊക്കെ നമ്മുടെ നാടുകളിൽ അടുത്തടുത്ത ഖബറുകൾ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ഖബറ് അതിന്റെ മുകളിലാണ് ചവിട്ടി നിൽക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും ഒരു ഫീൽ ചെയ്യാൻ പാടില്ല. ഖബറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കണം നമ്മൾ ചവിട്ടുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ ഖബറിന്റെ രണ്ട് ഭാഗത്തും കല്ലുകൾ വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചവിട്ടാൻ പറ്റിയ സ്ഥലം ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഖബർ കെട്ടിപ്പൊക്കുക. നമ്മുടെ നാടുകളിലുള്ള വലിയ ഒരു ദുരാചാരത്തിൽപ്പെട്ടതാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്ന് പറയുന്നത്. ഖബറിന്റെ മുകളിൽ എന്തെങ്കിലും എടുപ്പുകൾ ഉണ്ടാക്കുക, അത് കുമ്മായമിടുകയും അത് കല്ലുകൊണ്ട്, ഇഷ്ടിക കൊണ്ട് അതിന് ചുറ്റിലും ഒരു ബിൽഡിംഗ് പോലെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്റു വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്ന അലൈഹി. ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതും ഖബറിനെ കുമ്മായവും മറ്റുമിട്ട് അലങ്കരിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ എടുപ്പുകൾ ഉണ്ടാക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ കല്ല് വെച്ച് ഖബർ കെട്ടാൻ പാടില്ല. അതേപോലെ തന്നെ ഇഷ്ടികകൾ വെച്ച് കെട്ടാൻ പാടില്ല. മുകളിലേക്ക്, സാധാരണ തറയുടെ മുകളിലേക്ക് മണ്ണിന്റെ ഒരു ചാൺ ഉയരത്തിൽ മണ്ണ് മുകളിലേക്ക് നിൽക്കുന്നത് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് അൽ അസ്വദി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നുണ്ട്, എന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഒരു കാര്യത്തിന് ഞാൻ നിന്നെയും നിയോഗിക്കുകയാണ്. അതെന്താണ്? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. പൊങ്ങി നിൽക്കുന്ന ഖബറുകളൊക്കെ ഭൂമിയോട് നിരപ്പാക്കണം. അതേപോലെ തന്നെ വിഗ്രഹങ്ങളായിട്ട് കാണുന്നത് അത് നിലനിർത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഈ കാര്യം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്
അലി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഖബറിന്റെ മുകളിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഖബർ തന്നെ കെട്ടിപ്പൊക്കുക എന്നൊക്കെ പറയുന്നത് പാടില്ല എന്ന് പറഞ്ഞു. ഒരു പള്ളി പോലും അതിന്റെ മുകളിൽ, ഒരു ആരാധനാലയമാണെങ്കിൽ പോലും അതിന്റെ മുകളിലാകാൻ പാടില്ല എന്നാണ്. അത് ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമായിട്ടായിരിക്കും കണക്കാക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് നൽകിയ വസിയ്യത്തിൽ കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ്. നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ പ്രവാചകന്മാരുടെയും അവരിലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യരുടെയും ഒക്കെ ഖബറുകളെ പള്ളികളാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. വ ഇന്നി ലഅൻഹാകും അൻ ദാലിക, ഞാൻ നിങ്ങളോട് അത് വിരോധിക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിലും നമുക്ക് കാണാൻ കഴിയും, ഇന്ന മിൻ ശിറാരിൻ നാസി മൻ തുദ്രികുഹുമുസ് സാഅ വഹും അഹ്യാ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിലനിൽക്കുന്ന ആളുകളായിരിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദ, ഖബറുകളെ മസ്ജിദുകളാക്കി ആരാധനാലയങ്ങളാക്കി മാറ്റുന്ന ആളുകളുമായിരിക്കും ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഖബറുകളുടെ മുകളിൽ വിളക്ക് തെളിയിക്കലും ഖുർആൻ പാരായണവും എന്ന് പറയുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ ഖബറിടങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഖബറിടത്തിൽ ഖുർആൻ പാരായണം ഉണ്ടാകില്ല, എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം. ഖബറിടത്തിൽ നമസ്കാരം ഉണ്ടാകില്ല, നിങ്ങളുടെ വീടുകളിൽ നമസ്കാരം ഉണ്ടാകണം എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് തന്നെ പറഞ്ഞത്, ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരു വീട്ടിൽ പിശാച് അടുക്കുകയില്ല, അവിടെ നിന്ന് ഓടിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടനുബന്ധിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രവാചകനോ സഹാബികളോ സലഫുസ്സാലിഹീങ്ങളോ ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് ഖബറിന്റെ അടുക്കൽ വിളക്ക് വെക്കുകയും ഖബറിന്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ഖബറിന്റെ അടുക്കൽ വിളക്ക് വെക്കുക എന്ന് പറയുന്നത് ഇജ്മാ ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, അത് ഹറാമാണ് എന്ന കാര്യത്തിൽ നിന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്ദേഹത്തിന്റെ സവാജർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, സ്വറഹ അസ്ഹാബുനാ ബിഹുർമത്തി സിറാജി അലൽ ഖബ്രി വഇൻ ഖല്ല ഹൈതു ലം യൻതഫിഅ ബിഹി മുഖീമുൻ വലാ സാഹിർ. ഒരാൾക്കും ഉപകാരമില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഖബറിന്റെ അടുക്കൽ വിളക്ക് വെക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മദ്ഹബിലുള്ള ഷാഫി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹം. നമ്മുടെ മദ്ഹബിലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് ഹറാമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന കത്തപ്പുരകൾ, യാമം മുറിയാതെ ഓത്ത് എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്, അവിടെ വിളക്ക് വെച്ച് അതിന്റെ മുകളിൽ ഒരു പ്രത്യേക ഷെഡ് കെട്ടി അവിടെ രാവും പകലും ഇരുന്ന് പാരായണം ചെയ്യുന്നത്, രണ്ട് ഹറാമുകൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഖബറിന്റെ അടുക്കൽ വിളക്ക് വെക്കുക എന്ന് പറയുന്ന ഹറാം, ഖബറിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്ന പ്രവാചകൻ വിരോധിച്ച കാര്യം, ഈ രണ്ട് കാര്യങ്ങളും പാടില്ലാത്തതാണ്. പലപ്പോഴും ആ സ്ഥലങ്ങളിലേക്ക് 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ ഖുർആൻ പാരായണത്തിന് ഈ മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോവുകയും അവരെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീൻ യഥാവിധി സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.